وعلى آله وصحبه الفائزين برضا الله. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട പരിപാവനമായ ഈ പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് വേണ്ടി നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ, പ്രതിസന്ധികൾ എല്ലാത്തിൽ നിന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെയും നമ്മളുടെ മാതാപിതാക്കളുടെയും പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മധ്യവിശ്രമം കൊള്ളുന്ന ഖബറാളികളുടെയും എല്ലാവിധത്തിലുള്ള പാപങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിന്റെ ദിനരാത്രങ്ങളിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. എന്തുകൊണ്ടും സന്തോഷകരമായ, ആനന്ദകരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിവസങ്ങൾ കടന്നു വരുവാൻ വേണ്ടി പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ്. എന്നാലും ഈ ഒരവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതായ ഒരു വാക്യം ഇവിടെ പുലരുന്നതിൻ്റെ നഗ്നമായ സത്യം കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ വർഷവും കടന്നു വരുമ്പോൾ കഴിഞ്ഞുപോയ വർഷങ്ങളെക്കാൾ അപകടമാം വിധത്തിൽ, കഴിഞ്ഞുപോയ വർഷങ്ങളെക്കാൾ വളരെ പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ വരും വർഷങ്ങളിൽ വരും. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണെന്ന് നാം മുമ്പ് പറയുകയുണ്ടായി, പഠിക്കുകയുണ്ടായി. നമുക്കറിയാം, പരിശുദ്ധമാക്കപ്പെട്ട ബാബരി മസ്ജിദ് അത് വീണ്ടും ഇവിടെ ആവർത്തിക്കപ്പെടുകയാണോ എന്ന് നമ്മളെല്ലാവരും ആശങ്കിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന ഭൂമിയിൽ ശ്രീരാമ ഭഗവാന്റെ പേരിൽ ക്ഷേത്രം പണിത് അത് ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടുള്ളതായ തോരണങ്ങളും ബൾബുകളും കെട്ടിയത് അത് അഴിച്ചു മാറ്റുന്നതിനു മുമ്പേ മുസ്ലിം സമുദായത്തെ വേദനിപ്പിക്കുന്ന മറ്റൊരു വാർത്ത കൂടി നമ്മൾ കേട്ടിരിക്കുകയാണ്. ഗ്യാൻവാപി മസ്ജിദിലും ഇപ്പോൾ അവകാശവാദം അവർ ഉന്നയിച്ചിരിക്കുകയാണ്. 100 നൂറ്റാണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നൂറ്റാണ്ടുകളോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി സുജൂദ് ചെയ്തതായ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദിന്റെ അവകാശവാദം പറഞ്ഞു വരുന്ന വർഗീയ ശക്തികൾക്ക് ഓശാന പാടുന്നതായ ജുഡീഷ്യറിക്ക് മുമ്പിൽ മുസ്ലിം സമുദായം പകച്ചു നിൽക്കുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും കേട്ടറിഞ്ഞതാണ്, വായിച്ചറിഞ്ഞതാണ് സംഭവങ്ങൾ. അവിടെ പൂജ നടത്തുവാൻ വേണ്ടി അനുവാദം കൊടുക്കുകയും എന്ന് മാത്രമല്ല, 7 ദിവസം സാവകാശം അവർ അനുവദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ 24 മണിക്കൂറിനുള്ളിൽ തകൃതിയായി അവർ ആ മസ്ജിദിന്റെ ഒരു നിലവറയിൽ പൂജ ആരംഭിച്ച വാർത്ത നമ്മളെല്ലാവരും കേട്ടറിഞ്ഞതാണ്. ഈ ഗ്യാൻവാപി മസ്ജിദ് മാത്രമാണോ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നത്? നമുക്കറിയാം, ഡൽഹിയിലെ മെഹ്റോളിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് സുബഹി നമസ്കാരത്തിന് വേണ്ടി മുസ്ലിം സമുദായം ഒത്തൊരുമിച്ച് കൂടുന്നതായ ആ മസ്ജിദ് ഭൂമി കയ്യേറ്റത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മസ്ജിദും അതുപോലെ തന്നെ പള്ളിയും അതുപോലെ തന്നെ മദ്രസയും പൊളിച്ചു നീക്കിയിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ മുസ്ലിം സമുദായം ആലംബമായി കണ്ടിരുന്ന മുസ്ലിം സമുദായത്തിന് ആശ്വാസം നൽകിയിരുന്ന രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ പൗരപ്രമുഖരുമായ ആളുകൾ ഈ വർഗീയ ശക്തികളുടെ മുന്നിൽ അടിയറവ് പറഞ്ഞ് അവരോടൊത്ത് ഓശാന പാടി അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത്
എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിം സമുദായത്തിന് എവിടെയാണ് പരിഹാരം, എവിടെയാണ് അവലംബം, ഏത് മാർഗമാണ് രക്ഷ എന്ന ചോദ്യചിഹ്നത്തിന്റെ മുമ്പിൽ നമ്മളെല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം അതിന് കൃത്യമായ ഉത്തരം പറഞ്ഞു തരുന്നുണ്ട്. റജബ് മാസത്തിൽ അതിന് കൃത്യമായ ഉത്തരമുണ്ട്. എന്താണ് അതിനുത്തരം? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആലംബമായിരുന്ന, മുത്തുനബി തങ്ങൾക്ക് സംരക്ഷണ കവചമൊരുക്കിയിരുന്ന അബൂ ത്വാലിബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി, മരണപ്പെട്ടു പോയി. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയായിരുന്നു. ആ മഹദിയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിട പറഞ്ഞു കൊണ്ടുപോയി, മരണപ്പെട്ടു പോയി. ഈ ഒരു സമയത്ത് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം, ആരാണ് രക്ഷ എന്നിങ്ങനെ പകച്ചു നിന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹായം ചോദിക്കുവാൻ വേണ്ടി പിതൃവ്യനായ അബൂ ത്വാലിബിന്റെ കുടുംബം, അതായത് ത്വായിഫിൽ താമസിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനായ അബൂ ത്വാലിബിന്റെ കുടുംബത്തിലേക്ക് രക്ഷ ചോദിച്ചുകൊണ്ട് ചെല്ലുകയാണ്. ഒരു സമാധാനം നൽകണം, കയറി നടക്കാൻ വേണ്ടി ഒരിടം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ, നമുക്കെല്ലാവർക്കും അറിയാം തായിഫിലെ ജനത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കവണകൾ ഉപയോഗിച്ചുകൊണ്ട്, കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ ആക്രമിക്കുകയാണ്. ആ സമയത്ത് മുത്തുനബി തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് രക്തങ്ങൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ചോദിക്കുന്നുണ്ട്, നബിയേ, ഈ രണ്ട് കാണുന്ന ഈ മലകൾ തമ്മിൽ കൂട്ടിയുരസിക്കൊണ്ട് ഇവരെ നശിപ്പിച്ചു കളയട്ടെ എന്ന് ചോദിക്കുമ്പോ മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, അരുതരുത്. എന്നാലും മുത്തുനബി തങ്ങൾ വിഷമിച്ചുകൊണ്ട് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ചെന്നിരുന്നു കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഇലൈക അശ്കൂ ളഅഫ ഖുവതി വഖില്ലത ഹീലതി വഹവാനി അലന്നാസ് യാ അർഹമർ റഹീമീൻ അൻത റബ്ബിൽ മുസ്തദ്അഫീൻ. അല്ലാഹുമ്മ ഇലൈക അശ്കൂ ളഅഫ ഖുവതി. അല്ലാഹുവേ, എന്റെ ശക്തി മുഴുവനും ചോർന്നു പോയിട്ടുണ്ട് റബ്ബേ. അതുപോലെ തന്നെ എന്റെ ഖദീജ ബീവി എനിക്കില്ല, അബൂ താലിബ് എനിക്ക് സംരക്ഷകനായിട്ടില്ല. വഖില്ലത ഹീലതി, എന്റെ അനുഗ്രഹങ്ങളെല്ലാം മാറിപ്പോയല്ലോ അല്ലാഹ്. വഹവാനി അലന്നാസ്, എന്റെ ജനങ്ങളുടെ മുമ്പിൽ, എന്റെ ഉമ്മത്തിന്റെ മുമ്പിൽ ഞാൻ നിസാരനായിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ റബ്ബേ, എന്നെ സഹായിക്കണം, എന്നെ കൈവിടല്ല അല്ലാഹ്. അൻത റബ്ബിൽ മുസ്തദ്അഫീൻ, നീ അടിച്ചമർത്തപ്പെട്ടവരുടെ നാഥനാണല്ലോ റബ്ബേ എന്നിങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ജഗന്നിയന്താവായ സർവേശ്വരനായ ഈ ലോകത്തെ മുഴുവനും പടച്ചു പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, സൂറത്തു ഇസ്രാഈലിന്റെ തൊട്ടു മുമ്പിലുള്ളതായ സൂറത്തായ സൂറത്തുൻ നഹ്ലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, വസ്ബിർ നബിയേ, ക്ഷമിക്കു നബിയേ, വമാ സബറുക ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കു നബിയേ. ولا تحزن عليهم ولا تكن في ضيق ما يمكرون.
അവരെ പറ്റിയോർത്തു. തായിഫിലെ ജനങ്ങൾ മുത്തുനബിയെ നിങ്ങളെ ഉപദ്രവിച്ചതിന്റെ പേരിൽ നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ, അവരുടെ കുതന്ത്രങ്ങളെ പറ്റിയോർത്ത് നിങ്ങൾ ദുഃഖിക്കണ്ട കേട്ടോ എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി തങ്ങളോട് ആശ്വാസം പകരുകയാണ്. തീർന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. തൊട്ടടുത്തുള്ള സൂറത്തിൽ ആദ്യത്തെ വാക്യം തന്നെ എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ എന്തിനും സഹായമായിരുന്ന മഹദിയായ ഖദീജ ബീവി മരണപ്പെട്ടു പോയതിന്റെ പേരിൽ വിഷമിച്ച് ദുഃഖിച്ചു കൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്ത വർഷം മുത്തുനബി തങ്ങൾക്ക് സന്തോഷം പകരുന്നതിനായി, മുത്തുനബി തങ്ങൾക്ക് ആശ്വാസം കൊടുക്കുന്നതിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ കാണുന്നതിന് വേണ്ടിയിട്ട് ക്ഷണക്കത്ത് കൊടുത്തയക്കുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ മുത്തുനബിയെ ആലംബം നൽകാം, ആശ്വാസം നൽകാം, പരിഹാരം നൽകാം. എന്റെ അടുക്കലേക്ക് കയറി വാ നബിയേ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ എന്റെ അടുക്കലേക്ക് കയറി വാ, പരിഹാരം ഞാൻ നൽകാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. അതിനെ സ്മരിക്കുന്ന ഓർക്കുന്ന നാളുകൾ കടന്നു വരികയും കൂടി ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഇസ്റാ മിഅ്റാജിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്കും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇസ്റായിലൂടെ പറയുകയാണ്, കയറി വന്നോ നബിയേ. എന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ, സുമ്മദനാ ഫതദല്ലാ ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കുകയാണ്, ഏറ്റവും അടുക്കുകയാണ്. ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. തന്റെ എതിരാളിയെ അമ്പെയ്തുകൊണ്ട് വീഴ്ത്തുവാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോ വേട്ടക്കാരൻ വേട്ടമൃഗത്തെ അമ്പെയ്യുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോ തന്റെ വില്ല് തന്റെ അമ്പുമായിട്ട് എപ്രകാരമാണോ ചേർത്ത് നിർത്തുന്നത്, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തിരിക്കുന്നു. അത്രയും ചേർന്ന് നിൽക്കുന്നു അല്ലാഹുവിന്റെ റസൂൽ. എന്തിനു വേണ്ടിയിട്ടാണ്? ആശ്വാസം നൽകാൻ വേണ്ടിയിട്ടാണ്, പരിഹാരം നൽകാൻ വേണ്ടിയിട്ടാണ്. എന്റെ പ്രിയമുള്ളവരെ, തീർന്നില്ല. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് സമക്ഷത്തിലേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏഴാകാശവും കടന്നു ചെല്ലുമ്പോ, ഒരു നിശ്ചിത ബൗണ്ടറി എത്തുമ്പോ ജിബ്രീൽ മുത്തുനബി തങ്ങളോട് പറയുകയാണ്, നബിയേ, യാ റസൂലല്ലാഹ്, ഇനി ഈ കാണുന്ന അതിർവരമ്പിന്റെ അപ്പുറത്തേക്ക് ഈ ജിബ്രീലിനെ, ഈ മാലാഖയ്ക്ക് കടക്കുവാനുള്ള അനുവാദം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് പോകണം നബിയേ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബി തങ്ങളോട് പറയുമ്പോ മുത്തുനബി തങ്ങൾ അവിടെ ആശങ്കപ്പെടുകയാണ്, അവിടെ പകച്ചു നിൽക്കുകയാണ്. ഇനി ഞാൻ ഒറ്റയ്ക്കാണോ നടന്നു അല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്? എന്റെ പ്രിയമുള്ളവരെ, അവിടെയും ആശ്വാസം നൽകുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരു മകന്, ഒരു പ്രിയപ്പെട്ട തന്റെ മകന് ഒരു പിതാവ് എപ്രകാരമാണോ ആശ്വാസം നൽകുന്നത്, അതിനേക്കാൾ ആശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുകയാണ്. പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്, ലഹിഖതുൽ വഹ്ശത ലൈലത്തുൽ മിഅ്റാജി فارق جبريل في مقامه فسمع صوتا يشابه صوت أبي بكر. അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോകണമല്ലോ എന്ന് ആശങ്കിച്ചു നിൽക്കുമ്പോ
തന്റെ പ്രിയമനായ തന്റെ പ്രിയതമനായ എപ്പോഴും ഊണിലും ഉറക്കത്തിലും എല്ലാ യാത്രയിലും തന്നോടുകൂടെ ഉണ്ടായിരുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആരാണെന്നറിയാമോ? മുത്തുനബി തങ്ങൾ ഉറങ്ങിയതിന് ശേഷമേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബി തങ്ങളുടെ അടുക്കൽ നിന്ന് മാറിപ്പോയിട്ടുള്ളൂ. അത്രത്തോളം അടുപ്പമുള്ള തന്റെ സന്തത സഹചാരിയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശബ്ദത്തിന്റെ രൂപത്തിൽ ധൈര്യമായിട്ട് കടന്നു വന്നോ നബിയേ, ഒന്നും പേടിക്കണ്ട നബിയേ എന്നൊരു ശബ്ദം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശബ്ദത്തിന്റെ രൂപത്തിലുള്ള ശബ്ദം അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുത്തു എന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ് അവരുടെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ. അത്രത്തോളം ആശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഒരു മിഅ്റാജിന്റെ സന്ദർഭത്തിലൂടെയാണ്, ഈ ഇസ്രാ മിഅ്റാജിന്റെ വേളയിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്രത്തോളം ആശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ഇവിടെ വീണ്ടും ഒരു ബാബരി ആവർത്തിക്കപ്പെടുമോ എന്ന് ആശങ്കിച്ച് ഭയപ്പെട്ടു നിൽക്കുമ്പോൾ നമ്മളോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച, നമുക്കെല്ലാ ആശ്വാസവും നൽകാമെന്ന് ഏറ്റിരുന്ന പല രാഷ്ട്രീയ വ്യക്തികളും കൂടുമാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പല പൗരപ്രമുഖരും ഈ കാണുന്ന വർഗീയ ശക്തികൾക്ക് ഓശാന പാടിക്കൊണ്ട് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന ഈ സാഹചര്യത്തിൽ എവിടെയാണ് രക്ഷ, എവിടെയാണ് അവലംബം, എവിടെയാണ് സമാധാനമുള്ളത് എന്ന് പകച്ചു നിൽക്കുന്നവർക്ക് മുമ്പിൽ മിഅ്റാജ് പാഠം നൽകുകയാണ്. ഇവിടെ പരിഹാരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷകനായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എപ്രകാരമാണോ രക്ഷപ്പെടുത്തിയത്, മുത്തുനബി തങ്ങളുടെ ഖൽബിലേക്ക് എപ്രകാരമാണോ സമാധാനത്തിന്റെ വാക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്, അപ്രകാരം നമുക്ക് രക്ഷ നൽകുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട് എന്നുള്ള ഈമാനോടുകൂടെ